ചിന്നു തന്നെയാ അമ്മയെ കൊല്ലാൻ നോക്കിയത്. അക്കാര്യത്തില് എനിക്ക് യാതൊരു സംശയവുമില്ല. മറ്റാർക്കും ഈ കൊടും ക്രൂരത ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ആവശ്യമില്ലാതെ ആരും അവളെ സപ്പോർട്ട് ചെയ്യണ്ട. ഐശ്വര്യ, ആളും തരം നോക്കി വേണം സംസാരിക്കാൻ. എന്നെയാണോ? ആ, നിങ്ങളെ തന്നെ. ഇങ്ങ് എന്താ സർ? ആരേ കല്യാണി? മേഡം, ആ ഫയലിന്റെ കാര്യം ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ? ഞാൻ അങ്ങോട്ട്. എന്താ, ആർക്കും ക്ലാസ് ഇല്ലേ? ഉണ്ട്. ചെല്ല് ചെന്ന് ക്ലാസ്സിൽ കയറ്. ആ മേഡം, കോളേജ് ഗ്രൗണ്ടിൽ പോലീസ് കയറി. മേഡം ചെന്ന് അവന്മാരെ പറഞ്ഞോട്ടെ. ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, ക്യാമ്പസിനകത്ത് യൂണിഫോം ഇട്ട് പോലീസ് കയറാൻ പാടില്ലെന്ന്. നിങ്ങൾ വെറുതെ ബഹളം ഉണ്ടാക്കരുത്. ഞാൻ അവരോടൊന്ന് സംസാരിക്കാം. ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ ഡ്യൂട്ടിയാ. നിങ്ങൾ തടസ്സം ഉണ്ടാക്കിയ ഞങ്ങൾക്ക് അതിന്റെ പേരിൽ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. ക്യാമ്പസിൽ കയറി ഞങ്ങളെ വരട്ടല്ലേ സാറേ. സമയങ്ങളെ അത് പോകാൻ നോക്ക്. നിങ്ങൾ ഞങ്ങളുമായി സഹകരിക്കണം. ഞങ്ങളൊരു ക്രിമിനൽ കേസ് പ്രതിയെ തെരഞ്ഞു വന്നതാ. സാറേ, കോളേജ് കയറലെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. കോളേജിനകത്ത് കയറാൻ പറ്റില്ല. സാറ് പോയേ. എന്താ സാർ ഇത്? ഇതൊരു ക്യാമ്പസ് അല്ലേ? കോളേജ് ടൈമിൽ കയറി വന്ന് വെറുതെ എന്തിനാ കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഒരാളെ കസ്റ്റഡിയിൽ എടുക്കേണ്ട സാഹചര്യം വരുമ്പോ ഞങ്ങൾക്ക് മുൻകൂർ അനുമതിയൊന്നും വാങ്ങാൻ പറ്റില്ല. ചോദ്യം ചെയ്യേണ്ടി വരുമ്പോ ഞങ്ങൾക്ക് മറ്റൊന്നും നോക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾ ചെയ്യും. മാഡം ഞങ്ങളുമായി സഹകരിക്കണം. കഴിഞ്ഞ വർഷം ക്യാമ്പസിൽ കയറി പോലീസ് കളിച്ചതിന്റെ ക്ഷീണം മാറിക്കാണില്ലല്ലോ. 10-20 ദിവസം അന്ന് കോളേജിന് അവധി കൊടുത്തത്. വിദ്യാർത്ഥികൾ ആകെ ഇളകിയിരിക്കുക. ഞാനിവിടെ പ്രിൻസിപ്പൾ ആയിരിക്കുമ്പോ സമരങ്ങളില്ലാതെ ഒരു വർഷമെങ്കിലും ഈ കോളേജ് പ്രവർത്തിക്കുന്നത് കാണണമെന്ന ഒരു ആഗ്രഹം കൊണ്ട് സാറിനോട് അപേക്ഷിക്കുക. ദയവ് ചെയ്ത് തിരിച്ചു പോണം. ഈ കോമ്പൗണ്ടിൽ വെച്ച് ഒരു സ്റ്റുഡന്റിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, കോളേജ് ക്യാമ്പസിലേക്ക് കയറുന്നതിന് മുമ്പേ പ്രിൻസിപ്പൽ എന്ന നിലയിൽ എന്റെ അനുമതി വാങ്ങണമായിരുന്നു. സാർ അത് ചെയ്തില്ല. അനുമതി ചോദിച്ചാൽ നിങ്ങൾ തരില്ലെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. വെറുതെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കാതെ ഞങ്ങളെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കണം. ഭീഷണിയാണോ സാറേ? എന്തിന്റെ പേരിലാണെങ്കിൽ പോലും നിങ്ങൾ ഈ ക്യാമ്പസിൽ ഒരു പുല്ലും ചെയ്യാൻ പോകുന്നില്ല. വെറുതെ സീൻ ഉണ്ടാക്കാൻ നിൽക്കാതെ സ്ഥലം വിടാൻ നോക്ക് സാറേ. വെറുതെ ഞങ്ങളെ ചൊറിയാൻ നിൽക്കല്ലേ. ഞങ്ങൾ തിരിച്ചു പറയാൻ തുടങ്ങിയ പിന്നെ നിങ്ങൾക്ക് ഇരിക്കപ്രതി ഉണ്ടാവില്ല. കണ്ടില്ലേ സർ, ഇത് ലോ കോളേജാ. നിയമം അറിയാവുന്ന കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. ഇവിടെ സാർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാ കടന്നൽ കൂട്ടി കല്ലെറിഞ്ഞതുപോലെ ആവും. വെറുതെ പ്രശ്നം ഉണ്ടാക്കണോ? എങ്കിൽ നമുക്ക് പോയാലോ? സർ, എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത്? പോലീസിൽ പരാതിപ്പെടാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? അങ്ങനെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ അത് രമ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം മതിയായിരുന്നല്ലോ. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? അവള് ചെയ്ത പ്രവൃത്തിക്ക് പരാതി അല്ലാതെ പിന്നെ പതക്കം കൊടുക്കണോ?
ചിന്നു ഏതായാലും ഇത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിരപരാധിയായ പാവം ചിന്നുവിനെ പ്രതിയാക്കാൻ ശ്രമിക്കുമ്പോ രക്ഷപ്പെട്ടു പോകുന്നതേ യഥാർത്ഥ പ്രതിയാണെന്ന കാര്യം മറക്കരുത്. ചിന്നു തന്നെയാ അമ്മയെ കൊല്ലാൻ നോക്കിയത്. അക്കാര്യത്തില് എനിക്ക് യാതൊരു സംശയവുമില്ല. മറ്റാർക്കും ഈ കൊടും ക്രൂരത ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ആവശ്യമില്ലാതെ ആരും അവളെ സപ്പോർട്ട് ചെയ്യണ്ട. ഐശ്വര്യ, ആളും തരം നോക്കി വേണം സംസാരിക്കാൻ. രമ എന്നോട് ഇങ്ങനെ സംസാരിച്ചാൽ അത് കേൾക്കാനും അനുസരിക്കാനും ചിലപ്പോ ഒരു ഭർത്താവെന്ന നിലയിൽ ഞാൻ തയ്യാറാണ്. അത് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അല്ലാതെ ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് എന്നെ പഠിപ്പിക്കാൻ നീ വരരുത്. അതിനുള്ള അധികാരമോ അവകാശമോ നിനക്കില്ല. പിന്നെ നിനക്ക് കുതിര കയറണമെങ്കിൽ അത് നിന്റെ ഭർത്താവായ അർജുനോട് മതി. പരമാവധി സമീപനം പാലിക്കാൻ ശ്രമിക്കുന്ന ആളാ ഞാൻ. ആ ശീലം മാറ്റാൻ എന്നെ നിർബന്ധിതനാക്കരുത്, പറഞ്ഞേക്കാം. അല്ല, അമ്മ ഈ അവസ്ഥയിൽ കിടക്കുമ്പോ ചിന്നുവിനെ രക്ഷിക്കാനായിട്ട് അച്ഛൻ ഈ പാടുപെടുന്ന കാണുമ്പോഴാ അറിയാതെ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചു പോകുന്നത്. ചിന്നു തന്നെയാണ് ഇത് ചെയ്തതെന്ന് യാതൊരു അടിസ്ഥാനമില്ലാതെ വെറുതെ വിളിച്ചു പറയരുത്. അയ്യോ, അവൾ എനിക്ക് നന്നായിട്ട് അറിയാം. കുട്ടിക്കാലം മുതൽ ഞാൻ അവളുടെ സ്വഭാവം ശ്രദ്ധിക്കുന്നതാ. കുട്ടിക്കാലം മുതലോ? നിനക്ക് അവളെ അന്നേ പരിചയമുണ്ടോ? അല്ല, അത് പിന്നെ ഞാൻ കുഞ്ഞിനാൾ മുതലേ നിനക്ക് പരിചയമുണ്ടെന്ന് പറഞ്ഞാ അത് എങ്ങനെയുള്ള പരിചയമാണെന്ന് എനിക്കറിയണം. അത് പിന്നെ ഞാൻ വളർന്ന കൊട്ടാരത്തിലെ വേലക്കാരിയുടെ മോളാ ഈ ചിന്നു. അവളെപ്പോഴും ഓരോ സഹായങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കൊട്ടാരത്തിലോട്ട് വരും. അന്നൊന്നും ഞാൻ അവളുമായിട്ട് കളിക്കാനോ കൂട്ടുകൂടാനോ ഒന്നിനും മെനക്കെട്ടിട്ടില്ല. കാരണം അന്നും ഇന്നും എനിക്ക് അവളോട് അറപ്പും വെറുപ്പുവാ. പിന്നെ എനിക്ക് മാത്രമല്ല, അവിടെയുള്ള എല്ലാവർക്കും. അത്തരത്തിലുള്ളൊരു സ്വഭാവമായിരുന്നു അവളുടേത്. ഒരു പെണ്ണിന് വെറുതെ അവളുടെ മാനോ അത് ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും തിരികെ നേടിയെടുക്കാൻ സാധിക്കില്ല. അത് നീ മറക്കരുത്. അവധി നേരത്തെ എഴുന്നല്ലയോ? ഇന്നേ തൂപ്പും തുടപ്പൊന്നും ഇല്ലായിരുന്നോ? അത് നേരത്തെ കഴിഞ്ഞോ? എന്തായാലും എന്റെ മുന്നിൽ തന്നെ വന്നിരുന്നത് നന്നായി. ഇടയ്ക്കിടയ്ക്ക് തരാനുള്ളതൊക്കെ എനിക്ക് തരാലോ.